ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികൾ എന്ന് പറയുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ വഴുതനങ്ങ, പടവലം, വെള്ളരിക്ക, സവാള, പച്ചക്ക, അമരയ്ക്ക, വെണ്ടയ്ക്ക, മത്തൻ, 2 പച്ചമുളക് എന്നിവയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും പച്ചക്കറികൾ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ പച്ചക്കറികളെല്ലാം നമ്മൾ വേവാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ വേവിക്കുക. ഈ പച്ചക്കറികൾ നല്ലപോലെ ഇളക്കുക. ഈ പച്ചക്കറികളെല്ലാം നല്ലപോലെ വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നത്. സാമ്പാർ പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ടാണ് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നത്. പിന്നെ എരി ആവശ്യമുണ്ടെങ്കിൽ എരി എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും പുളിയാണ് നമ്മൾ സാമ്പാറിലേക്ക് ആവശ്യമായിട്ട് ചേർക്കുന്നത്. അത് വെള്ളത്തിലിട്ട് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മളിതാ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം വെന്ത് വരുമ്പോൾ നമ്മൾ പുളിവെള്ളം ചേർക്കുക. കൂടെ സാമ്പാർ പൊടി നമ്മൾ ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പുളി ആഡ് ചെയ്യാൻ പോകുന്നത്. പുളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. നമ്മളിവിടെ ഈസ്റ്റിൻ്റെ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ആക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഇത്രയും നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ നമ്മൾ ഇളക്കണം. നല്ലപോലെ നമ്മൾ ഇളക്കുക. സാമ്പാറിന് എരി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ എരിയും കൂടെ ചേർക്കുക. നമ്മളുടെ എരിക്കനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഇവിടെ നല്ലപോലെ സാമ്പാർ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാം. ഇതാ നമ്മളുടെ സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ ഫ്രണ്ട്സ്.